വനാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ ആഖിറത്തിലേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നീ വന്ന് നിൽക്കുമ്പോ ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, ലോകത്തിന്റെ നായകന്റെ വചനമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നീ സൂക്ഷിച്ചു വെച്ചതായ 19 അക്ഷരങ്ങൾ, വിസ്മിയുടെ 19 അക്ഷരങ്ങൾ കടന്നു വന്നിട്ട് കള്ളു കുടിച്ചവന്റെ മൂർധാവിൽ പിടിക്കുകയാണ്, അവന്റെ കുടുമിക്ക് പിടിക്കുകയാണ്, അവനെ മഹ്ശറയിലൂടെ വലിച്ചഴയ്ക്കുകയാണ്, അവനെ അള്ളാന്റെ മുന്നിലേക്ക് നിർത്തുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന അക്ഷരങ്ങൾ നിർത്തിയിട്ട് അള്ളാനോട് പറയും, അല്ലാ ഇവനെ നീ നരകത്തിലിടണേ, അല്ലാ ഇവനെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കരുതേ, ഇവനെ സ്വർഗത്തിലേക്ക് ഇടരുത് അല്ലാ. കാരണം ഇവൻ നീയാകുന്ന നിന്റെ കലാമിനെ അഥവാ എന്നെ ഇവൻ ജീവിതത്തിൽ ഹൃദയം ഹൃദയസ്ഥമാക്കിയിരിക്കെ, ഖുർആനിലെ അക്ഷരങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കെ കള്ളുകുടിച്ചവനാണ്, ഇവന്റെ നാവിലൂടെ രുചിച്ചിറക്കിയവനാണ്. അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലിടരുത് അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് പറയുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫൽവൈലു കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. സഹാബാ എല്ലാ വിഷമവും, എല്ലാ ദുഃഖവും, എല്ലാ വിരഹവും, എല്ലാ പ്രയാസവും, എല്ലാ നൊമ്പരവും ആർക്കെന്നറിയുമോ? ലിമൻ ഖാസമഹുൽ ഖുർആൻ. ആരുടെ വിഷയത്തിലാണ് റബ്ബിന്റെ മുന്നിൽ ഖുർആൻ തർക്കിച്ചത്, അവന് തീർച്ചയായും നാശമാണ്, അവൻ തുലഞ്ഞത് തന്നെ, അവൻ നശിച്ചത് തന്നെ, അഥവാ അവന് നരകത്തിലേക്ക് എറിയപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ ആയത്തില്ലാത്തവരുണ്ടോ? ഫാത്തിഹ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഫാത്തിഹ സൂറത്തിലെ ഒരായത്ത് മാത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരൊറ്റ ആയത്ത് തന്നെ മനസ്സിലുണ്ടായിരിക്കെ ജീവിതത്തിൽ ഒരു കള്ളു കുടിച്ചിട്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, അല്പം കുടിച്ചിട്ടുള്ളൂ, പക്ഷെ നാളെ മഹ്ശറയിലേക്ക് എത്തുമ്പോൾ, അതിനു മുമ്പ് തന്നെ ഇമാം പോയി, കാഫിറായി ചെത്തുപോയി, ഇതൊന്നുമല്ല, നാളെ ആഖിറത്തിലേക്ക് എത്തുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ അക്ഷരങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ആയത്തിലെ 19 അക്ഷരമാണ്. ആ അക്ഷരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യും കാലും കൊടുക്കുക. അത് നേരെ വന്നിട്ട് റബ്ബിന്റെ മുന്നിൽ വന്ന് നിന്റെ കുടുമിക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകും. നീരാളിപ്പിടുത്തമാണ്. കൊണ്ടുവന്ന് റബ്ബിന്റെ മുന്നിൽ വന്ന് നിർത്തിയിട്ടോ